ഞാൻ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ വലിയ റിസ്ക് തന്നെ എടുത്തു. കാരണം ആ കോയിൻ മുകളിലേക്ക് പോകുന്ന അത്രയും ഉറപ്പ് എനിക്ക് കിട്ടി. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. മൂഞ്ചി തെറ്റിയിട്ടുള്ളത് എന്റെ ക്രിപ്റ്റോ സ്കാമായി. ഈ ഒരു വീഡിയോ സത്യമാണെന്ന് അറിയില്ല. സത്യമാണെന്നുണ്ടെങ്കിൽ വലിയൊരു പാഠം നമുക്ക് ഇതിലുണ്ട്. നമ്മളെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരൊറ്റ ചാനലിലേക്ക് മാത്രമായിട്ട്, ഒറ്റ കാര്യത്തിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുപോകരുത്. ഒരു റുപ്യാണെങ്കിലും അല്ലെങ്കിൽ ഒരു 10 റുപ്യാണെന്നുണ്ടെങ്കിലും മാക്സിമം അതൊരു 2-3 കാര്യങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്ന് പാളിക്കഴിഞ്ഞാലും ബാക്കിയുള്ള 2 നമുക്ക് എപ്പോഴും സേഫ് ആണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചെങ്കിലും നമുക്കതിൽ ബാക്കി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഗ്രോ ചെയ്യും. ചിലപ്പോൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ 3 ഗ്രോ ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രിപ്റ്റോ, സ്റ്റോക്ക്, ഗോൾഡ്, ബിസിനസ്, അല്ലാന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ്. ഇപ്പം ഈ ഒരു ഏത് ഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കുറവ് റിസ്ക് ഏതിലാണ്? എപ്പോഴും റിയൽ എസ്റ്റേറ്റിലാണ്. കാരണം നമുക്കൊരു അസറ്റ് എപ്പോഴും ഉണ്ട്. അത് നമുക്കൊന്നെങ്കിൽ റെന്റിന് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എപ്പോഴും സേഫ് ആണ്. നേരെ മറിച്ച് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുക എവിടെയാണ്? ഒന്നെങ്കിൽ അത് ബിസിനസ്സിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് ക്രിപ്റ്റോയിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്കിലായിരിക്കും. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും വളരെ ഹൈ റിസ്ക് ഉണ്ട്. സോ അത് ആലോചിച്ചിട്ട് മാത്രം ഏത് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലും, ഏത് ക്രിപ്റ്റോ ആണെന്നുണ്ടെങ്കിലും, ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അതിന്റെ കൂടെ തന്നെ ചെറിയൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിൽ തന്നെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാലും, എന്തെങ്കിലും ഇപ്പം ഇതേപോലെ തൊപ്പിനെ പോലെ നമുക്ക് ക്രിപ്റ്റോയിൽ ഇട്ടിട്ട് ഫുൾ പൈസ പോയി കഴിഞ്ഞാലും നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ചവിട്ടുപടിയായിട്ട് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം.